ചീഫ് സെക്രട്ടറിക്കെതിരെ വീണ്ടും പ്രശാന്ത് IAS. ഭാരതത്തിൽ ആർക്കുമില്ലാത്ത പരിരക്ഷയാണ് ജയതിലകിനെന്ന വിമർശനം. തന്റെ സസ്പെൻഷന് പിന്നിൽ നടന്ന കാര്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണി. വിവരാവകാശ പ്രകാരം ഫയൽ ലഭ്യമായെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ആരെ തിരുത്തിയെന്ന് ഫയൽ പുറത്തുവിടുമ്പോൾ വ്യക്തതയാകുമെന്നും പ്രശാന്ത് IAS. ഇറാൻ ഇസ്രായേൽ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചെന്ന് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നയതന്ത്ര സാധ്യത തള്ളാതെ അമേരിക്ക. ഇറാനെ ആക്രമിക്കുമോ എന്നതിൽ തീരുമാനം 2 ആഴ്ചക്കകമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇറാൻ. ഗാസയിലെ ആക്രമണത്തിൽ 92 പേർ കൊല്ലപ്പെട്ടു. ഇറാനിൽ നിന്ന് 1000 ഇന്ത്യൻ വിദ്യാർത്ഥികളെ 2 ദിവസങ്ങളിലായി ഡൽഹിയിലെത്തിക്കും. രാജ്ഭവനിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ സർക്കാർ ഗവർണർ പോര് തുടരുന്നു. വിവാദ ചിത്രം മാറ്റില്ലെന്ന നിലപാടിൽ ഉറച്ച് ഗവർണറുടെ ഭരണഘടനാ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രിമാരായ ആർ ബിന്ദുവും കെ രാജനും. ഗവർണറെ നയിക്കേണ്ടത് പൂർവാശ്രമത്തിലെ ചിന്തകളല്ലെന്ന് അഭിനവ് വിശ്വം. രാജ്ഭവനിലേക്കുള്ള SFI മാർച്ചിൽ സംഘർഷം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 75.27% പോളിംഗ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് പുറത്ത്. വോട്ടെടുപ്പിന് പിന്നാലെ കൂട്ടിക്കിഴിക്കലുമായി മുന്നണികൾ. മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ UDF. മണ്ഡലം നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസത്തിൽ CPIM. നല്ല പ്രതീക്ഷയാണ്, നല്ല വിജയപ്രതീക്ഷയാണ്. മികച്ച വിജയം LDF നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും LDFന് മികച്ച വിജയം നിലമ്പൂർ നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. കണ്ണൂർ കായലോട്ടെ റസീനയുടെ ആത്മഹത്യയ്ക്ക് കാരണം സദാചാര ഗുണ്ടായിസം തന്നെയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. സുഹൃത്തിനെ കുറ്റപ്പെടുത്തുന്നത് ഒന്നും ആത്മഹത്യാ കുറിപ്പിലില്ല. യുവാവിനെ കാണാനില്ലെന്നും കമ്മീഷണർ. കേസ് തലശ്ശേരി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. യുവാവിനെതിരെ തലശ്ശേരി ACPക്ക് പരാതി നൽകിയ റസീനയുടെ കുടുംബം.